ഹായ് മക്കളെ, അപ്പൊ നമ്മുടെ ഓണം എക്സാമിന് ബയോളജിയിൽ ഒരു ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ ആയ ഡൈജഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ് അഥവാ ദഹനവും പോഷക സംവഹനവും അല്ലെ. അപ്പൊ അതിൽ നിന്നും ചോദിക്കാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടന്റ് ആയിട്ട് ഷുവർ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വേഗം സമയം കളയാതെ വേഗം ക്വസ്റ്റ്യൻസിലോട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓർഗൻ വിച്ച് പ്രൊഡ്യൂസസ് എൻസൈംസ് ദാറ്റ് ബ്രേക്ക് ഡൗൺ കാർബോഹൈഡ്രേറ്റ്സ്. കാർബോഹൈഡ്രേറ്റുകളെ വിഘടിപ്പിക്കുന്ന എൻസൈമുകൾ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം താഴെ തന്നിരിക്കുന്നതിൽ കാർബോഹൈഡ്രേറ്റ്സിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന എൻസൈമുകൾ ഏത് അവയവമാണ്, ഏത് ഓർഗൻ ആണ് ഉൽപ്പാദിപ്പിക്കുന്നത്? ലിവർ, സ്റ്റൊമക്, പാൻക്രിയാസ് ആൻഡ് ഗോൾ ബ്ലാഡർ അല്ലെ. ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബൈലല്ലേ. ബൈലാണ് ലിവർ പ്രൊഡ്യൂസ് ചെയ്യുക. ബൈൽ എന്തിനാണ്? ബൈൽ ഡൈജഷൻ ഓഫ് ഫാറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ സഹായിക്കുക അല്ലെ. സ്റ്റൊമക്ക് എന്താ പ്രൊഡ്യൂസ് ചെയ്യുക? സ്റ്റൊമക്ക് ഗ്യാസ്ട്രിക് ജ്യൂസസ് ആണ് അല്ലെ. നമ്മളുടെ HCl-ഉം പെപ്സിനൊക്കെ അടങ്ങിയിട്ടുള്ള മ്യൂക്കസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഗ്യാസ്ട്രിക് ജ്യൂസസ് ആണ്. നമ്മുടെ പാൻക്രിയാസ് ആണ് പാൻക്രിയാറ്റിക് അമൈലേസ് അല്ലെ, ഡൈജഷൻ ഓഫ് സ്റ്റാർച്ച് അല്ലെ, പാർഷ്യലി ഡൈജഷൻ ഓഫ് സ്റ്റാർച്ച് എന്ന് പറയുന്നത് പാൻക്രിയാറ്റിക് അമൈലേസ്. അപ്പൊ കാർബോഹൈഡ്രേറ്റ് അല്ലേ. അപ്പൊ കാർബോഹൈഡ്രേറ്റിന്റെ ഡൈജഷൻ നടക്കുന്ന എൻസൈമുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഓർഗൻസ് ഏതാ? നമ്മളുടെ പാൻക്രിയാസ് ആണ്. ഗോൾ ബ്ലാഡർ ഏത് എൻസൈമുകളെയും ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്നുള്ളത് ഓർത്തു വെക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ കറക്റ്റ് ഓർഡർ ഓഫ് ദി പാർട്സ് ഓഫ് ദ ഡൈജസ്റ്റീവ് സിസ്റ്റം ത്രൂ വിച്ച് ഫുഡ് പാസസ് അല്ലെ. നമ്മുടെ അലിമെന്ററി കനാലിന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ അന്നനാളത്തിന്റെ ദഹന വ്യവസ്ഥയുടെ കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ആദ്യം തുടങ്ങുന്നത് മൗത്തിലല്ലടാ അല്ലെ. മൗത്തുള്ള രണ്ട് ഓപ്ഷനുള്ളൂ. അപ്പൊ ബിയും ഡിയും നമുക്ക് ഓൾറെഡി തന്നെ എന്ത് ചെയ്യാം, അതിനെ എലിമിനേറ്റ് ചെയ്ത് കളയാം. പിന്നെ തുടങ്ങുന്നത് C ആണ്. അപ്പൊ എയിൽ മൗത്ത് തുടങ്ങി. രണ്ടാമത് വരുന്ന ഈസോഫാഗസ് ആണ്. അപ്പൊ സിയിൽ വന്നിട്ടുള്ളത് സ്റ്റൊമക് ആണ്. അപ്പൊ അത് എലിമിനേറ്റ് ചെയ്യാം. അപ്പൊ ഏതാ ഓപ്ഷൻ എന്ന് പറയുന്നത്? മൗത്ത്, ഈസോഫാഗസ്, സ്റ്റൊമക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആൻഡ് ലാർജ് ഇൻറ്റസ്റ്റൈൻ. അതായത് എ ഓപ്ഷൻ. വായ, അന്നനാളം, ആമാശയം, ചെറുകുടൽ, അതുപോലെ വൻകുടൽ. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ എന്ന് പറയുന്നത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ പാത്വേ, അതായത് നമ്മളുടെ ദഹന വ്യവസ്ഥയുടെ ഒരു കടന്നു പോകുന്ന ഭാഗങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. അടുത്തത്, ചെക്ക് ദ സ്റ്റേറ്റ്മെന്റ്സ് റിലേറ്റഡ് ടു ദ ഡൈജഷൻ ഓഫ് ഫാറ്റ് ആൻഡ് ചൂസ് ദി കറക്റ്റ് ആൻസർ. അതായത് കൊഴുപ്പിന്റെ ദഹനവുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. രണ്ട് പ്രസ്താവന എന്നുണ്ട്, അത് രണ്ടും പരിശോധിക്കുക, ഒന്ന് ചെക്ക് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണോ അല്ലയോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ബൈൽ കൺവേർട്സ് ഫാറ്റ് ഇൻ ടു സ്മോൾ പാർട്ടിക്കിൾസ്. ശരിയാണ് അല്ലെ. ബൈൽ ആര് പ്രൊഡ്യൂസ് ചെയ്യുന്ന? ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബൈൽ എന്ത് ചെയ്യുന്നുണ്ട്? ഫാറ്റിനെ സ്മോൾ പാർട്ടിക്കിൾസ് ആക്കിയിട്ട് മാറ്റുന്നുണ്ട്. അതായത് നമ്മുടെ പിത്തരസം കൊഴുപ്പിനെ കണികകളാക്കുന്നു അല്ലെ. നമ്മുടെ കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസം കൊഴുപ്പിനെ എന്താക്കുന്നുണ്ട്? കണികളാക്കി മാറ്റുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ലിപ്പേസസ് ഹെൽപ് ടു ഡൈജസ്റ്റ് ഫാറ്റ്. ലിപ്പേസസ് എന്ന് പറഞ്ഞ എൻസൈം നമ്മുടെ ഇന്റസ്റ്റൈനിലുള്ള ലിപ്പേസസ് എന്ന് പറഞ്ഞ എൻസൈം എവിടെ കാണുക? ഇന്റസ്റ്റൈൻ, സ്മോൾ ഇന്റസ്റ്റൈനിലാണ് കാണുക അല്ലെ, നമ്മുടെ ചെറുകുടലിലാണ് കാണുക. അത് എന്തിനെ ദഹിപ്പിക്കുന്നു? ഫാറ്റിനെ ഡൈജസ്റ്റ് ചെയ്യുന്നു അല്ലെ. അതും ശരിയാണ്. നമ്മുടെ ലിപ്പേസ് കൊഴുപ്പിനെ വിഘടിപ്പിക്കുന്നു അല്ലെങ്കിൽ ദഹിപ്പിക്കുന്നു എന്നുള്ളത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ് അല്ലെ. ഓൺലി ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. അതായത് സി ഓപ്ഷൻ ആണ്. പ്രസ്താവന രണ്ടും ശരിയാണ്. ഈ ചിത്രം ഇവിടെ ആവശ്യമില്ല കേട്ടോ, അത് എങ്ങനെയോ വന്ന് പെട്ടാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഐഡന്റിഫൈ ദിസ് ഫിഗർ. ഈ ശരിക്കും ഈ ചിത്രം എന്ന് പറയുന്നത് ഇത് നമ്മുടെ വില്ലസിന്റെ ചിത്രമാണ്. അത് നമ്മുടെ വില്ലസിന്റെ ചിത്രം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടിട്ടില്ലേ? ഫിഗർ ഇവിടെ വെക്കാൻ മറന്നുപോയതാണ്. അപ്പോൾ വില്ലസിന്റെ ചിത്രത്തില് ബ്ലഡ് വെസൽസ് വരുന്നുണ്ട് അല്ലെ. ബ്ലഡ് വെസൽസ് വരുന്നുണ്ട്, പിന്നെ എന്ത് വരുന്നുണ്ട്? ബ്ലഡ് വെസൽസ് വരുന്നുണ്ട്, ലിംഫ് വെസൽസും വരുന്നുണ്ട് അല്ലെ. അപ്പൊ ബ്ലഡ് വെസൽസും ലിംഫ് വെസൽസും പോകുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ലാക്ടിയൽസ് എന്ന് പറഞ്ഞാൽ ലിംഫ് വെസൽസും കാണാൻ പറ്റും. ഇങ്ങനെ ഒരു ചിത്രം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടിട്ടോ. അതിൽ ചോദിച്ചിരിക്കുന്നത് വിച്ച് പാർട്ട് ഓഫ് ദി പിക്ചർ വേർ അമിനോ ആസിഡ്സ് ഈസ് അബ്സോർബ്ഡ്. അതായത് അമിനോ ആസിഡുകളെ അബ്സോർബ് ചെയ്യുന്ന പാർട്ട് ഏതാണ്? നമ്മളുടെ വില്ലസിന്റെ പാർട്ട് ഏതാണ്? നമുക്കറിയാം ഏതാണ് അമിനോ ആസിഡുകളെ അബ്സോർബ് ചെയ്യുന്ന വില്ലസിന്റെ പാർട്ട് എന്ന് പറയുന്നത് ബ്ലഡ് വെസൽസ് ആണ്, ബ്ലഡ് കാപ്പിലറീസ് ആണ് അല്ലെ. ബ്ലഡ് കാപ്പിലറീസ് ആണ് ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം അല്ലെ. ലോമികകൾ എന്ന് പറയും, രക്തലോമികകൾ. അടുത്ത നോക്കിക്കേ, ദ പാർട്ട് വേർ ഫാറ്റി ആസിഡ്സ് ആർ അബ്സോർബ്ഡ്. നമ്മളുടെ ഫാറ്റി ആസിഡുകൾ ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗത്തിന്റെ പേര് അതാ വില്ലസിൽ. ഫാറ്റി ആസിഡുകളെ ലാക്ടിയലുകളല്ലേ, ലാക്ടിയൽ അല്ലെങ്കിൽ ലിംഫ് വെസലുകളാണ് ഫാറ്റി ആസിഡുകൾ അല്ലെ. ലാക്ടിയൽസുകളാണ് അല്ലെ ലിംഫ് വെസലുകൾ, ലിംഫ് വാഹികൾ എന്ന് നമ്മൾ പറയും.
അതാണ് ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അതായത് ആ ചിത്രം തരും, വില്ലസിന്റെ ചിത്രം അവിടെ തന്നിട്ട് അതിന്റെ പാർട്സിലെ ധർമ്മമാണ് ചോദിച്ചിരിക്കുന്നത്. ലിംഫ് വാഹികൾ, ലാക്ടിയേഴ്സ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്പെസിഫൈ ദ റോൾ ഓഫ് പാൻക്രിയാസ് ഇൻ ദ ഡൈജസ്റ്റീവ് സിസ്റ്റം. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലെ ദഹന വ്യവസ്ഥയിൽ പാൻക്രിയാസ് വഹിക്കുന്ന പങ്കെന്താ? പാൻക്രിയാസ് എന്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? പാൻക്രിയാറ്റിക് അമൈലേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ, പാൻക്രിയാറ്റിക് അമൈലേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ ട്രിപ്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ ലിപ്പേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. പാൻക്രിയാറ്റിക് അമൈലേസ്, പാൻക്രിയാറ്റിക് അമൈലേസ് എന്തിനെ സഹായിക്കുക? പാർഷ്യൽ ഡൈജഷൻ ഓഫ് സ്റ്റാർച്ച് അല്ലെ, പാർഷ്യൽ ഡൈജഷൻ ഓഫ് സ്റ്റാർച്ച്, അതായത് സ്റ്റാർച്ചിന്റെ പാർഷ്യൽ ഡൈജഷനിലെ ഭാഗികമായ ദഹനം, സ്റ്റാർച്ചിന്റെ അന്നജത്തിന്റെ ഭാഗികമായ ദഹനം. പിന്നെ രണ്ടാമത്തെയാണ് ട്രിപ്സിൻ. ട്രിപ്സിൻ എന്താണ്? പാർഷ്യൽ ഡൈജഷൻ ഓഫ് പ്രോട്ടീനിലെ, പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യുന്നതാണ് ട്രിപ്സിൻ എന്ന് പറയുന്നത്. പ്രോട്ടീനുകളെ ദഹിപ്പിക്കുന്നതാണ് നമ്മളുടെ ട്രിപ്സിൻ എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ എന്ന് പറയുന്നത് ലിപ്പേസ് ആണ് അല്ലെ. ലിപ്പേസ് എന്തിനാണ്? ഡൈജഷൻ ഓഫ് ഫാറ്റ്. അപ്പൊ സ്റ്റാർച്ച്, പ്രോട്ടീൻ, ഫാറ്റിന്റെ ഒക്കെ ഡൈജഷൻ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഈ പാൻക്രിയാറ്റിക് അമൈലേസ്, ട്രിപ്സിൻ, ലിപ്പേസ് കൊണ്ടാണ് നടക്കുന്നത്. അപ്പൊ അതാണ് പാൻക്രിയാസിന്റെ റോൾ എന്ന് പറയുന്നത്. ഇനി ലിസ്റ്റ് എനി ടു ഡൈജസ്റ്റീവ് എൻസൈം സെക്രീറ്റഡ് ബൈ ദിസ് ഗ്ലാൻഡ് ആൻഡ് ദെയർ ഫങ്ഷൻ. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലെ. പാൻക്രിയാറ്റിക് അമൈലേസ്, ട്രിപ്സിൻ എഴുതാം, ലിപ്പേസ് എഴുതാം, അതിന്റെ ഫങ്ഷൻസും നമ്മൾ അവിടെ എഴുതിയില്ലേ. പാൻക്രിയാറ്റിക് അമൈലേസ് അന്നജത്തെ ഭാഗികമായി ദഹിപ്പിക്കുന്നു, ട്രിപ്സിൻ അതേപോലെ പ്രോട്ടീനെ ഭാഗികമായി ദഹിപ്പിക്കുന്നു, ലിപ്പേസ് എന്ന് പറയുന്നത് കൊഴുപ്പിനെ ദഹിപ്പിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡ്രോ എ സെക്ഷൻ ഓഫ് ടൂത്ത് ആൻഡ് കറക്റ്റ്ലി ലേബൽ ദി ഫോളോയിങ് പാർട്സ് ഇൻ ഇറ്റ്സ്. അതായത് എന്തൊക്കെയാണ് ലേബൽ ചെയ്യാൻ പറയുന്നത്? ടൂത്തിന്റെ സ്ട്രക്ചറിൽ പൾപ്പ്, സിമെന്റം, ഡെന്റൈൻ, ക്രൗണിനെയൊക്കെ ലേബൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. പൾപ്പ്, സിമെന്റം, ഡെന്റൈൻ, ദന്ത മകുടത്തെ ലേബൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. പൾപ്പ് എന്താ? പൾപ്പ് എന്ന് പറയുന്നത് ഇന്നർ മോസ്റ്റ് ആണ് അല്ലെ, ഇന്നർ മോസ്റ്റ് പാർട്ട് ഓഫ് ദി ടൂത്ത് ആണ്. അതായത് ഏറ്റവും അഗ്രഭാഗം അല്ലെ, ടീത്തിന്റെ അഗ്രഭാഗം. അതേപോലെ സോഫ്റ്റ് കണക്റ്റീവ് ടിഷ്യൂ കാൾഡ് പൾപ്പ് സീൻ. അവിടെ പൾപ്പ് സീൻ ചെയ്യുന്നുണ്ട്, പൾപ്പ് ക്യാവിറ്റിയിലാണ് പൾപ്പ് സീൻ ചെയ്യുന്നത്. ബ്ലഡ് വെസൽസ്, നെർവ്സ്, ഒഡന്റോപ്ലാസ്റ്റിക് സെൽസ് ഒക്കെ അവിടെ കാണുന്നുണ്ട് അല്ലെ. രക്തക്കുഴലുകള്, നേഴ്സ്, നാഡികള്, ഒഡന്റോപ്ലാസ്റ്റിക് കോശങ്ങളൊക്കെ നമുക്ക് പൾപ്പിൽ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ സിമെന്റം എന്ന് പറഞ്ഞതോ കാൽഷ്യം കണ്ടെയ്നിങ് ആയിട്ടുള്ള കണക്റ്റീവ് ടിഷ്യൂ ദാറ്റ് ഹോൾഡ്സ് ദ ടൂത്ത് ഇൻ ദ സോക്കറ്റ് ഓഫ് ദി ഗം അല്ലെ. അതായത് കാൽഷ്യം അടങ്ങിയിട്ടുള്ള യോജകകല പൾപ്പിന് എവിടെ? പല്ലിന്റെ മോണയിൽ അല്ലെ, പല്ലിനെ ഉറച്ചു നിർത്താൻ സഹായിക്കുന്നതാണ് സിമെന്റം എന്ന് പറയുന്നത്. ഡെന്റൈൻ എന്ന് പറയുന്നത് എന്താ? ഡെന്റൈൻ ഇസ് ദ ലിവിംഗ് ടിഷ്യൂ വിത്ത് ടൂത്ത് ഈസ് ഫോംഡ്. നമ്മുടെ പല്ലുകൾ രൂപപ്പെടുന്ന ഒരു ലിവിംഗ് ടിഷ്യൂ ആണ്, ലിവിംഗ് ആയിട്ടുള്ള ടിഷ്യൂ ആണ് ഡെന്റൈൻ എന്ന് പറയുന്നത്. ക്രൗൺ എന്ന് പറയുന്നത് ഏറ്റവും ഔട്ടർ മോസ്റ്റിൽ കാണുന്ന ആ ഒരു വെള്ള കളറിൽ നമ്മുടെ ഇനാമലൊക്കെ കാണുന്ന ഏറ്റവും ഔട്ടർ മോസ്റ്റ് റീജിയനെയാണ് നമ്മൾ ക്രൗൺ. ക്രൗൺ, നെക്ക്, റൂട്ട് എന്നൊക്കെ പറയില്ലേ, അതിൽ ക്രൗൺ എന്ന് പറയുന്നത് ഏറ്റവും ഔട്ടർ മോസ്റ്റ് റീജിയൻ ഓഫ് ദി ടൂത്ത്. ഇത് ഇങ്ങനെ ചിലപ്പോൾ ചോദിക്കും എക്സാമിന്, ഇങ്ങനെ വരച്ചിട്ട് ലേബൽ ചെയ്യാൻ ചോദിക്കും, അല്ലെങ്കിൽ തന്നിട്ട് ഈ ഓരോ പാർട്സ് അവിടെ ഫിഗർ തന്നിട്ടുണ്ടാവും, അത് ഓരോ പാർട്സ് നമ്മളോട് ലേബൽ ചെയ്യാം. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉറപ്പാണ്. അതായത് നമ്മളുടെ ചിത്രം വരച്ചിട്ട് ലേബൽ ചെയ്യാനുള്ള ചോദ്യം ഉറപ്പാണ്. അപ്പൊ പല്ല് സൂക്ഷിച്ചോ, നിങ്ങൾ എക്സാമിന് എന്തായാലും വരുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. അടുത്ത് അതേപോലെ ഡയഗ്രാം തന്നിട്ട് അതിന്റെ ABCD എന്നൊക്കെ തന്നിട്ട് അല്ലെ. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന എന്താ? ലിവറും ഗോൾ ബ്ലാഡറും നമ്മുടെ ഡുവോഡിനും അതേപോലെ പാൻക്രിയാസും ഒക്കെ ഉണ്ട്. അപ്പൊ അടുത്ത ഫിഗർ ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കി വെച്ചോ, ഇത് നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം. ഒബ്സർവ് ദ ഫിഗർ, നെയിം ദ ABCD ലേബിൾഡ് ഇൻ ദിസ് ഫിഗർ. ഇതിൽ എയും ബിയും സിയും ഡിയും. എ എന്ന് പറയുന്നത് ഏതാ? നമുക്ക് എ വേഗം പറയാം. എ എന്ന് പറയുന്നത് ലിവർ ആണ്, ബി എന്ന് പറയുന്നത് ഗോൾ ബ്ലാഡർ ആണ് അല്ലെ, ഗോൾ ബ്ലാഡർ ആണ്. സി എന്ന് പറയുന്നത് പാൻക്രിയാസ് ആണ് അല്ലെ, പാൻക്രിയാസ് ആണ്. ഡി എന്ന് പറയുന്നത് ഡുവോഡിനം, അതായത് നമ്മളുടെ ചെറുകുടലിന്റെ ആദ്യ ഭാഗം അല്ലെ, സ്മോൾ ഇൻറ്റെസ്റ്റൈന്റെ ആദ്യ ഭാഗം എന്ന് പറയുന്നത് ഡുവോഡിനം ആണ് അല്ലെ. ഇനി നമുക്ക് നെയിം ദ ഗ്ലാൻഡ് വിച്ച് സെക്രീറ്റ്സ് ബൈൽ. ഇതിൽ ഏത് ഗ്ലാൻഡ് സെക്രീറ്റ്സ് ബൈൽ? പിത്തരസം എന്ന ദഹനരസം സ്രവിക്കുന്ന ഗ്രന്ഥി ഏതാ പിത്തരസം സ്രവിക്കുന്നത്? നമ്മുടെ ലിവർ ആണല്ലേ. എ എന്ന് പറയുന്നത് ലിവർ ആണല്ലേ, നമ്മുടെ കരളാണ് പിത്തരസത്തെ ശ്രവിക്കുന്നത്. ഡി എന്ന ഭാഗത്തിന് എന്തു പ്രാധാന്യമാണുള്ളത്? ഡി എന്താ? ഡി എന്ന് പറയുന്നത് നമ്മളുടെ ഡുവോഡിനം. ഡുവോഡിനം എന്ന് പറയുന്നത് സ്മോൾ ഇൻറ്റെസ്റ്റൈന്റെ തുടക്കമാണ്. അതായത് നമ്മുടെ പാൻക്രിയാറ്റിക് ജ്യൂസും, പാൻക്രിയാസിൽ നിന്ന് വരുന്ന പാൻക്രിയാറ്റിക് ജ്യൂസും ലിവറിൽ നിന്ന് വരുന്ന ബൈലും എല്ലാം സ്മോൾ ഇൻറ്റെസ്റ്റൈൻ ചെറുകുടലിൽ വന്നിട്ട് വീഴുന്ന സ്ഥലമാണ് നമ്മളുടെ ഏതെന്ന് പറയുന്നത്? വീഴുന്ന സ്ഥലമാണ് നമ്മളുടെ ലിവർ, നമ്മളുടെ ഡുവോഡിനം എന്ന് പറയുന്നത്.
ഓക്കെ, ഡുവോഡിനം എന്ന് പറയുന്നത്. ഇനി എ ഉൽപ്പാദിപ്പിച്ച് ബിയിൽ ശേഖരിക്കപ്പെടുന്ന എൻസൈം അടങ്ങിയിട്ടില്ലാത്ത ദഹനരസം, ഡൈജസ്റ്റീവ് ജ്യൂസ് ദാറ്റ് കണ്ടെയ്ൻസ് നോ എൻസൈം സെക്രീറ്റഡ് ഫ്രം എ ആൻഡ് സ്റ്റോർഡ് ഇൻ ബി. അതും ഏതാ? എൻസൈമുകൾ ഇല്ലാത്ത ഡൈജസ്റ്റീവ് എൻസൈം ഒന്നേ ഉള്ളൂ, അതാണ് നമ്മുടെ ബൈലില് നോ എൻസൈം അല്ലെ. പിത്തരസത്തിൽ എന്തില്ല? എൻസൈമുകളില്ല. എൻസൈം ഇല്ലാത്ത ഒരേ ഒരു ഡൈജസ്റ്റീവ് ജ്യൂസേ ഉള്ളൂ, ബൈലാണ്, പിത്തരസമാണ്, ഓർത്ത് വെച്ചോ. യെസ്, അപ്പൊ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Find and complete the missing items in the given table related to chemical digestion. കെമിക്കൽ ഡൈജഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടേബിൾ തന്നിട്ട് അതിൽ മിസ്സിംഗ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാടാ. ഗ്ലാൻഡ്, ഡൈജസ്റ്റീവ് ജ്യൂസ്, എൻസൈം ആൻഡ് ആക്ഷൻ. സലൈവറി ഗ്ലാൻഡിൽ ഏതാ ഡൈജസ്റ്റീവ് ജ്യൂസ്? അത് സലൈവ തന്നിട്ടുണ്ട് അല്ലെ. സലൈവറിലുള്ള എൻസൈം ഏതാ? നമ്മുടെ സലൈവറി അമൈലേസ് അല്ലെ. നമ്മുടെ സലൈവറി അമൈലേസ് എന്ന് പറഞ്ഞ എൻസൈം ആണ് ഡൈജഷൻ ഓഫ് സ്റ്റാർച്ച് ബിഗിൻസ് അല്ലെ. ഉമിനീരില് സലൈവറി അമൈലേസ് ആണ് അല്ലെ. അന്നജത്തിന്റെ ദഹനം തുടങ്ങുന്നത് സലൈവറി അമൈലേസ്, അത് ഓർത്തു വെച്ചോ. അന്നജത്തിന്റെ ഡൈജഷൻ എവിടെ തുടങ്ങുക? മൗത്തിലാണ്. സലൈവറി അമൈലേസ്, സലൈവറി ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സലൈവയിലുള്ള സലൈവറി അമൈലേസ്. അടുത്തത് ഗ്യാസ്ട്രിക് ജ്യൂസ് ആരെ പ്രൊഡ്യൂസ് ചെയ്യാം? സ്റ്റൊമക്ക് ആണ് അല്ലെ. ഗ്യാസ്ട്രിക് ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റൊമക്ക് ആണ്. നമ്മുടെ ഗ്യാസ്ട്രിക് ജ്യൂസ് പറയുന്നത് ആമാശയം, ആമാശയരസം, ആമാശയത്താണ് അല്ലെ. ആമാശയരസം ആമാശയത്താണ് അല്ലെ. അത് പെപ്സിൻ ആണ് അല്ലെ. പെപ്സിനാണ് അതിൽ അടങ്ങിയിട്ടുള്ള എൻസൈം. അത് എന്താണ്? ഡൈജഷൻ ഓഫ് പ്രോട്ടീൻ ബിഗിൻസ് അല്ലെ. ഡൈജഷൻ ഓഫ് പ്രോട്ടീൻ ബിഗിൻസ്. പ്രോട്ടീന്റെ ഡൈജഷൻ അവിടെ തുടങ്ങി അല്ലെ. പ്രോട്ടീന്റെ ഡൈജഷൻ തുടങ്ങുന്നത് സ്റ്റൊമക്കിലാണ്. പെപ്സിൻ എന്ന് പറഞ്ഞ എൻസൈമാണ്. ഇനി അടുത്തത് പാൻക്രിയാറ്റിക് ജ്യൂസ് ആരാ? ഏത് ഗ്ലാൻഡാ? പാൻക്രിയാറ്റിക് ജ്യൂസ് പാൻക്രിയാസ് അല്ലാതെ ആരാ അല്ലെ. പാൻക്രിയാറ്റിക് ജ്യൂസ് പാൻക്രിയാസ്. അപ്പൊ പാൻക്രിയാറ്റിക് ജ്യൂസ് പാൻക്രിയാസ്. ഇനി അത് പാൻക്രിയാറ്റിക് ജ്യൂസിൽ അടങ്ങിയിട്ടുള്ള എൻസൈമുകൾ 3 ഉണ്ട്. അതിൽ ട്രിപ്സിനും പാൻക്രിയാറ്റിക് ലിപ്പേസും അവിടെ ഉള്ളത് കൊണ്ട് നമ്മൾ ആരെ എടുക്കേണ്ടത്? കാർബോഹൈഡ്രേറ്റ്സിനെയാണ് എടുക്കേണ്ടത്. നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സ് അല്ലേ. കാർബോഹൈഡ്രേറ്റ്സ്, ട്രിപ്സിൻ ആൻഡ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് അല്ല, പാൻക്രിയാറ്റിക് അമൈലേസ് അല്ലെ. പാൻക്രിയാറ്റിക് അമൈലേസ്, പാൻക്രിയാറ്റിക് അമൈലേസ്. അപ്പൊ പാൻക്രിയാറ്റിക് അമൈലേസ് എന്താ തുടങ്ങുക? പാർഷ്യൽ ഡൈജഷൻ ഓഫ് സ്റ്റാർച്ച് അല്ലെ. അതാണ് പാൻക്രിയാറ്റിക് അമൈലേസ്, അന്നജത്തിന്റെ ഭാഗിക ദഹനം എന്ന് പറയുന്നത്. ഇനി പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അടുത്തത് ഡൈജസ്റ്റീവ് ജ്യൂസ് എന്ന് പറയുന്നത് പാൻക്രിയാറ്റിക് ജ്യൂസ് തന്നെയല്ലേ. പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പാൻക്രിയാറ്റിക് ജ്യൂസ് ആണ്. അതിൽ അടങ്ങിയിട്ടുള്ള വേറെ എൻസൈമാണ് ട്രിപ്സിൻ. അവര് പാർഷ്യൽ ഡൈജഷൻ ഓഫ് പ്രോട്ടീൻസ്, അതായത് പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പാൻക്രിയാറ്റിക് ജ്യൂസിൽ ട്രിപ്സിൻ ഉണ്ട്. പാൻക്രിയാറ്റിക് ജ്യൂസിൽ ട്രിപ്സിൻ ഉണ്ട്, പ്രോട്ടീനുകളുടെ ഭാഗിക ദഹനം. ഇനി പാൻക്രിയാറ്റിക് ജ്യൂസ് ആണെങ്കിൽ ഇവിടെ ആരെന്നെയായിരിക്കും? നമ്മുടെ ട്രിപ്സിൻ തന്നെയായിരിക്കും. അപ്പൊ പാൻക്രിയാറ്റിക് ജ്യൂസ്, ട്രിപ്സിൻ. പാൻക്രിയാറ്റിക് ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു പാൻക്രിയാറ്റിക് ലിപ്പേസും പാൻക്രിയാസിലുള്ളത്. അപ്പം ഓർത്തു വെച്ചോ, പാൻക്രിയാറ്റിക് അമൈലേസ്, ട്രിപ്സിൻ ആൻഡ് പാൻക്രിയാറ്റിക് ലിപ്പേസ് നമ്മുടെ പാൻക്രിയാറ്റിക് ജ്യൂസിൽ ഉള്ള എൻസൈമുകളാണ്. ഇനി ലിപ്പേസ് ആണെങ്കിൽ ഡൈജഷൻ, ഫുള്ളി ഡൈജഷൻ അല്ലെ. പാർഷ്യൽ അല്ല, അവിടെ ഡൈജഷൻ ഓഫ് ഫാറ്റ്സ് ആണ്. അതായത് കൊഴുപ്പിനെയാണ് അവിടെ ദഹിപ്പിക്കുക അല്ലെ. കൊഴുപ്പ്. ലിപ്പേസ് ആരെ ദഹിപ്പിക്കുക? കൊഴുപ്പിനെയാണ് ദഹിപ്പിക്കുക. ഇനി സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ ഇൻറ്റെസ്റ്റൈനൽ ജ്യൂസ് ഉണ്ട്. അവിടെ കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്. ആരെ? കാർബോഹൈഡ്രേറ്റിന്റെ ഡൈജഷൻ ആണ് അല്ലെ. കാർബോഹൈഡ്രേറ്റ് ഡൈജഷൻ, അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സിനെ കൺവേർട്ട് ചെയ്തിട്ട് ഗ്ലൂക്കോസും ഫ്രക്ടോസും ഗാലാക്ടോസും ആക്കി മാറ്റില്ലേ. അതാണ് കാർബോഹൈഡ്രേറ്റ്സിന്റെ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത്. ഇനി സ്മോൾ ഇൻറ്റെസ്റ്റൈനിലുള്ള ഇൻറ്റെസ്റ്റൈനൽ ജ്യൂസ് സെയിം ആണ്. അത് ആരെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? അത് നമ്മുടെ പെപ്സിൻ അല്ലെ. പെപ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ പെപ്സിൻ അല്ലെങ്കിൽ പ്രോട്ടിയേസ് എന്ന് പറഞ്ഞ എൻസൈമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അവര് അമിനോ ആസിഡ് ആക്കിയിട്ട് മാറ്റുന്നുണ്ട് അല്ലെ. ചെറുകുടൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻറ്റെസ്റ്റൈനൽ ജ്യൂസ് പ്രോട്ടിയേസ് പറഞ്ഞ എൻസൈം അല്ലെ. പ്രോട്ടിയേസ് പറഞ്ഞ എൻസൈം ആക്കുന്നുണ്ട്. അത് അമിനോ ആസിഡുകളാക്കി മാറ്റുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇതിൽ നമുക്ക് ദഹനം ഫുൾ ആയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ, ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു കോൺസെപ്റ്റ് ഫുൾ ആയിട്ട് മനസ്സിലാവും. ആ ഒരു കോൺസെപ്റ്റ് ഫുൾ ആയിട്ട് ഈ എന്തിലുണ്ട്? ഈ ടേബിളിൽ ഉണ്ട് എന്നുള്ളത് ഓർത്ത് വെക്കാം. ഇനി അടുത്ത് നോക്കാം. മേക്ക് അപ്രോപ്രിയേറ്റ് പെയേഴ്സ് യൂസിങ് ദ ടേംസ് ഓഫ് ഐറ്റംസ് ഗിവൺ ബിലോ അല്ലെ. ഇത് വെച്ചിട്ട് അവിടെ കുറച്ച് ആളുകൾ തന്നിട്ടുണ്ട്. ബോക്സിലുള്ളവയെ ഉചിതമായ രീതികൾ ജോഡികളാക്കുക എന്നാണ് പറയുന്നത്. ഗ്ലോബുലിൻ, ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ് പ്രഷർ, ആൽബുമിൻ, ഫൈബ്രിനോജിൻ, ഡിസീസ് റെസിസ്റ്റൻസ്. ഗ്ലോബുലിൻ രക്തം കട്ടപിടിക്കൽ, രക്തസമ്മർദ്ദം. ആൽബുമിൻ ഇവരൊക്കെ ആരാ? ഇവരൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. നമ്മുടെ പ്ലാസ്മയിൽ അടങ്ങിയിട്ടുള്ള പ്രോട്ടീൻസ് ആണ്. പ്ലാസ്മ പ്രോട്ടീനുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആരൊക്കെയാ? ആൽബുമിൻ അല്ലെ. ആൽബുമിൻ അവിടെ എടുത്ത് എഴുതുക. ഗ്ലോബുലിൻ അല്ലെ. ഗ്ലോബുലിൻ, അതേപോലെ തന്നെ ഫൈബ്രിനോജൻ. ഇവരുടെ ഫങ്ഷൻസും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഫങ്ഷൻസും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആൽബുമിന്റെ ഫങ്ഷൻ അവിടെ എന്താ? ആൽബുമിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ബ്ലഡ് പ്രഷർ അല്ലേ. ബ്ലഡ് പ്രഷറിനെ റെഗുലേറ്റ് ചെയ്യുന്നതല്ലേ നമ്മുടെ ആൽബുമിൻ എന്ന് പറയുന്നത്. അപ്പൊ ആൽബുമിൻ ബ്ലഡ് പ്രഷറിനെ, രക്തസമ്മർദ്ദത്തെ റെഗുലേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഗ്ലോബുലിൻ അവിടെ എന്താ ചെയ്യുന്നത്? ഡിസീസ് റെസിസ്റ്റൻസ് ആണ് അല്ലെ. ഡിസീസ് റെസിസ്റ്റൻസ്, രോഗപ്രതിരോധം അല്ലെ. ഡിസീസ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ രോഗപ്രതിരോധം.
രോഗപ്രതിരോധം അല്ലേ ഗ്ലോബുലിൻ എന്ന് പറയുന്നത്. അപ്പൊ അതും നമ്മളവിടെ പഠിച്ചിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ നോക്കിക്കോ, മൂന്നാമത്തെ ഫൈബ്രിനോജൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ് അല്ലെ, ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ്, രക്തം കട്ടപിടിക്കൽ, രക്തം കട്ടപിടിക്കൽ. അപ്പൊ അതും സെറ്റാണ്. പ്ലാസ്മ പ്രോട്ടീൻസ്, ബ്ലഡിൽ അടങ്ങിയിട്ടുള്ള പ്ലാസ്മ പ്രോട്ടീൻ ഒരു ഭാഗത്തുണ്ട്, രക്തകോശങ്ങൾ എന്നിട്ടില്ലേ. അപ്പൊ പ്ലാസ്മ പ്രോട്ടീന്റെ ധർമ്മം ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചോ. അടുത്തത് 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് ശരി തെറ്റ് എന്നാണ് ചോദിച്ചിരുന്നത്. അവർ ഹാർട്ട് ബീറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദ സൈനോ ഏട്രിയൽ നോഡ് അല്ലെ, സൈനോ ഏട്രിയൽ നോഡ് എന്നാണ് ഹാർട്ട് ബീറ്റ്. സൈനോ ഏട്രിയൽ നോഡ് അല്ലെങ്കിൽ SA നോഡ്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പേസ് മേക്കർ അല്ലെ. പേസ് മേക്കർ, ഹൃദയത്തിന്റെ പേസ് മേക്കർ എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ. നമ്മുടെ ഹൃദയം എടുത്ത് തുടങ്ങുന്നത് സൈനോ ഏട്രിയൽ നോഡ് SA നോഡിൽ നിന്നാണ്, പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി ഹാർട്ട് ബീറ്റ് സ്റ്റാർട്ട്സ് ഫ്രം പേസ് മേക്കർ, ഇതേ തന്നെയല്ലേ അവിടെയും കൊടുത്തില്ലേ, പേസ് മേക്കർ തന്നെയല്ലേ നമ്മുടെ സൈനോ ഏട്രിയൽ നോഡ് എന്ന് പറയുന്നത്, SA നോഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതും ശരിയാണ്, ഇതും ശരിയാണ്. അപ്പൊ എന്താണ് അവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത്? നമ്മുടെ ഹൃദയമിടിപ്പ് തുടങ്ങുന്നത് പേസ് മേക്കറിൽ നിന്നാണ്. അപ്പൊ ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. സി, 2 പ്രസ്താവനകളും ശരിയാണ്. അപ്പൊ പ്രസ്താവനകളുടെ ചോദ്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെച്ചോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്സർവ് ദി ഇല്ലസ്ട്രേഷൻ ഓഫ് ദി ബ്ലഡ് ട്രാവലിംഗ് ത്രൂ ദി ഹാർട്ട്. നമ്മുടെ ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഹാർട്ടില് ഇല്ലസ്ട്രേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നെയിം 1 2 3 4 ഇൻ ദിസ് ഇല്ലസ്ട്രേഷൻ. ഇവിടെ 1 ഉണ്ട്, 2 3 ആൻഡ് 4 എന്ന് പറയുന്നത് അല്ലേ. അതിൽ നമുക്ക് 3 ഫസ്റ്റ് തന്നെ എഴുതാൻ പറ്റും. 3 ഏതാ, 2ഉം 3ഉം നമുക്ക് ഫസ്റ്റ് എഴുതാൻ പറ്റും. 3 എന്ന് പറയുന്നത് ഇവിടെ റൈറ്റ് ഏട്രിയം ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ ലെഫ്റ്റ് ഏട്രിയം അല്ല അല്ലേ, റൈറ്റ് ഏട്രിയം ഓൾറെഡി ഉള്ളതുകൊണ്ട് ഇവിടെ ലെഫ്റ്റ് ഏട്രിയം ആണ് നമുക്ക് എഴുതാം അല്ലേ. ഇവിടെ ലെഫ്റ്റ് വെൻട്രിക്കിൾ ആയതുകൊണ്ട് റൈറ്റ് ഏട്രിയത്തിന്റെ താഴെ വരുന്നത് റൈറ്റ് വെൻട്രിക്കിൾ ആണ്. അപ്പൊ 2ഉം 3ഉം ഏതൊരാൾക്കും പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും. ഇനിയുള്ള ബ്ലഡ് വെസൽസ് ആണ് അല്ലെ. ബ്ലഡ് വെസൽസ് ആണ് ഒരു ചെറിയ കൺഫ്യൂഷൻ വരിക. അപ്പൊ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും അറേസ് ചെയ്ത് പോയിട്ട് റൈറ്റ് ഏട്രിയത്തിൽ പോയി ജോയിൻ ചെയ്യുന്ന ബ്ലഡ് വെസൽസ് ഏതാ? ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്ന് പറയുന്നത് പ്യുവർ ബ്ലഡ് ആണല്ലോ. പ്യുവർ ബ്ലഡ് നിന്ന് അറേസ് ചെയ്ത് പോയി ബാക്കിയുള്ള ടിഷ്യൂസിലൊക്കെ പോയിട്ട് റൈറ്റ് ഏട്രിയത്തിൽ പോയി ജോയിൻ ചെയ്യുന്ന 1 ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ വീണക്കാവയാണ് അല്ലെ. വീണക്കാവ നമ്മുടെ റൈറ്റ് ഏട്രിയത്തിൽ ജോയിൻ ചെയ്യുന്നത് വീണക്കാവ അല്ലെ. മഹാസിര എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഊർദ്ധ മഹാസിര, അധോ മഹാസിര. അപ്പൊ മഹാസിരയാണ് വീണക്കാവ. ഇനി നമുക്ക് നാലാമത് നോക്കിയത് നമ്മളുടെ റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് ജോയിൻ ചെയ്തിട്ട് റൈറ്റ് ഏട്രിയം ജോയിൻ ചെയ്തിട്ട് നമ്മളുടെ ലെഫ്റ്റ് ഏട്രിയത്തിൽ വന്നിട്ട് വീഴുന്ന പ്യുവർ ബ്ലഡ് കൊണ്ടുവരുന്ന ആൾക്കാരാണ്, പ്യുവർ ബ്ലഡ് കൊണ്ടുവരുന്ന ആൾക്കാരാണ് നമ്മുടെ പൾമിനറി വെയിൻ അല്ലെ. പൾമിനറി സിരയാണ് ഏത് നമ്മളുടെ 4th എന്ന് പറയുന്നത്. അപ്പോൾ 1 2 3 4 അവിടെ ക്ലിയർ ആണ്. ഇനി വാൾ സീൻ ഇൻ ബിറ്റ്വീൻ ലെഫ്റ്റ് വെൻട്രിക്കിൾ ആൻഡ് 3. ലെഫ്റ്റ് വെൻട്രിക്കിളും 3ഉം തമ്മിൽ, ലെഫ്റ്റ് ഏട്രിയമും ലെഫ്റ്റ് വെൻട്രിക്കിളും, ലെഫ്റ്റ് എപ്പോഴും ഓർത്ത് വെച്ചോടാ. ലെഫ്റ്റ് എന്ന് പറയുന്നത് ബൈകസ്പിഡ് വാൾവ് ആയിരിക്കും കേട്ടോ. ലെഫ്റ്റ് എന്ന് പറയുന്നത് ബൈകസ്പിഡ് വാൾവ് ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബൈകസ്പിഡ് വാൾവ് എപ്പോഴും ലെഫ്റ്റ് ആണ്. ലെഫ്റ്റ് വെൻട്രിക്കിൾ ലെഫ്റ്റ് ഏട്രിയം ആണെങ്കിൽ ബൈകസ്പിഡ് വാൾവ്. ഇനി വെസൽ ദാറ്റ് ക്യാരീസ് ബ്ലഡ് ഫ്രം ലെഫ്റ്റ് വെൻട്രിക്കിൾ ടു 1 അല്ലെ. നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് 1ലേക്ക് എത്തിക്കുന്ന വെസലിന്റെ പേരാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. വെസലിന്റെ പേരാണ് ഏതാ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് പോകുന്ന ബ്ലഡ് വെസൽസ് എപ്പോഴും, ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് പോകുന്ന ബ്ലഡ് വെസൽസ് എപ്പോഴും പ്യുവർ ആണല്ലേ. അപ്പൊ പ്യുവർന്ന് 2ലേക്ക് കൊണ്ടുപോകുന്ന 1ലേക്ക് കൊണ്ടുപോകുന്ന ആൾക്കാർ എപ്പോഴും ഏതാ നമ്മളുടെ അയോട്ടയാണ് അല്ലെ. അയോട്ട, അത് പ്യുവർ ബ്ലഡ് വെസൽസ് ബാക്കിയുള്ള എല്ലാ ഭാഗത്തേക്കും കൊണ്ടുപോകുന്ന ആൾക്കാരാണ് അയോട്ട അല്ലെങ്കിൽ മഹാധമനി എന്ന് പറയുന്നത് അല്ലെ, മഹാധമനി. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യം ഈ ഒരു പോലുള്ള ഇല്ലസ്ട്രേഷനിലുള്ള ചോദ്യം നിങ്ങൾ പഠിച്ചു വെച്ചിട്ട് പോകണം. ഈ ഒരു രീതിയിലുള്ള ചോദ്യം എക്സ്പെക്ട് ചെയ്തിട്ട് പോകണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. എ മാൻസ് ബ്ലഡ് പ്രഷർ ടെസ്റ്റ് റിസൾട്ട് ഇസ് 140/100 mmHg. നമ്മുടെ ബ്ലഡ് പ്രഷറുമായിട്ട് ബന്ധപ്പെട്ടല്ല, നമ്മുടെ ബ്ലഡ് പ്രഷർ, നോർമൽ ബ്ലഡ് പ്രഷർ എത്രയാണെന്ന് അറിയുന്ന ഒരാൾക്ക് ഇത് ഏതാ അസുഖം എന്ന് അറിയാൻ പറ്റും. നമ്മുടെ നോർമൽ ബ്ലഡ് പ്രഷർ ഏതാ? 120/80 mmHg. അപ്പൊ ഇത് കൂടുതലാണല്ലേ. കൂടുതലുള്ള അസുഖത്തിന് വിളിക്കുന്ന പേരാണ് ഹൈപ്പർ ടെൻഷൻ അല്ലെ. ഹൈപ്പർ ടെൻഷൻ ആണ് അയാളുടെ രോഗം. വാട്ട് ഡിസോർഡർ ഡു യു തിങ്ക് ദിസ് പേഴ്സൺ മൈറ്റ് ഹാവ്? ഹൈപ്പർ ടെൻഷൻ. വാട്ട് ഡയറ്ററി ഗൈഡ് ലൈൻസ് വുഡ് യു ഗീവ് ടു സച്ച് ഇൻഡിവിജ്വൽസ്? അങ്ങനെയുള്ള ആൾക്കാർക്ക് ഡയറ്ററി ഗൈഡ് ലൈൻസ് എന്താ? എന്തൊക്കെ ഡയറ്റ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ് കഴിക്കേണ്ടത് അല്ലെ. ഹൈപ്പർ ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൊഴുപ്പ് ഒരുപാട് അടങ്ങാത്ത അല്ലെ, കൊളസ്ട്രോൾ ഒരുപാട് അടങ്ങാത്ത, ഫാറ്റ് അടങ്ങാത്ത ഭക്ഷണങ്ങളാണ്. കാരണം ഹൈപ്പർ ടെൻഷൻ വരുന്ന ആർട്ടറീസിന്റെ വാൾസിൽ കൊഴുപ്പ് കൂടുതൽ അടിഞ്ഞുകൂടിയിട്ടാണ്. അപ്പൊ അത് അടങ്ങാത്ത ഭക്ഷണങ്ങളാണ് കൂടുതൽ ഫാറ്റ് ലെസ് ആയിട്ടുള്ള, കൂടുതൽ ഫൈബേഴ്സ് ആയിട്ടുള്ള, കൂടുതൽ ന്യൂട്രിയൻസ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് പോലുള്ള ഭക്ഷണങ്ങളാണ് നമ്മളവിടെ പറഞ്ഞു കൊടുക്കുക. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കിയേ. എ ഡിവൈസ് യൂസ് ടു മെഷർ ബ്ലഡ് പ്രഷർ. രക്തസമ്മർദ്ദം അറിയാനായി ഉപയോഗിക്കുന്ന ഒരു ഉപകരണം. 2 ഉപകരണം നമ്മൾ പഠിക്കുന്നുണ്ട്. സ്ഫിഗ്മോ മാനോമീറ്ററും പഠിക്കുന്നുണ്ട്,
സ്ഫിഗ്മോ മാനോമീറ്ററും പഠിക്കുന്നുണ്ട്, നമ്മുടെ ഡിജിറ്റൽ BP അപ്പാരറ്റസും പഠിക്കുന്നുണ്ട് അല്ലെ, ഡിജിറ്റൽ BP അപ്പാരറ്റസും പഠിക്കുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് ഇത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബ്ലഡ് പ്രഷർ അളക്കാൻ പറ്റും. അപ്പൊ രക്തസമ്മർദ്ദം അളക്കാൻ പറ്റുന്ന ഒരു ഉപകരണമാണ്. ഇനി അടുത്ത് നോക്കിയേ, എ ഹൈ ഫാറ്റ് ഡയറ്റ് ആൻഡ് ലാക്ക് ഓഫ് എക്സസൈസ് ക്യാൻ ലീഡ് ടു ഹാർട്ട് അറ്റാക്സ് ആൻഡ് സ്ട്രോക്സ്. സബ്സ്റ്റാൻഷിയേറ്റ് ദി സ്റ്റേറ്റ്മെന്റ് അല്ലെ. അപ്പൊ ഹാർട്ട് ഡിസീസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഹാർട്ട് ഡിസീസ് പഠിക്കുന്നുണ്ട് അല്ലെ, ഏതൊക്കെ അഥീറോസ്ക്ലീറോസിസും അതേപോലെ സ്ട്രോക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഹാർട്ട് ഡിസീസുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യമുണ്ട്? കൊഴുപ്പ് കൂടിയ ഭക്ഷണവും വ്യായാമക്കുറവും ഹൃദയാഘാതത്തിലേക്കും സ്ട്രോക്കിലേക്കും നയിക്കും എന്നാ പറയുന്നത്. അപ്പൊ കൊഴുപ്പ് കൂടിയ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് കൊഴുപ്പ് അടിഞ്ഞുകൂടല്ലേ നമ്മുടെ ലോമികളിൽ നമ്മുടെ ആർട്ടറീസിലൊക്കെ കൊഴുപ്പ് അടിഞ്ഞുകൂടുമ്പോൾ ഉണ്ടാകുന്ന അസുഖമാണ് അഥീറോസ്ക്ലീറോസിസ് എന്ന് പറയുന്നത് അല്ലെ. പിന്നെ കൊറോണറി ത്രോംബോസിസ് എന്ന് പറയുന്നത് എന്താ? ബ്ലഡ് ക്ലോട്ട് ചെയ്യണല്ലേ, കൊറോണറി ആർട്ടറിയിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അസുഖമാണ് കൊറോണറി ത്രോംബോസിസ് എന്ന് പറഞ്ഞ അസുഖം നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. സ്ട്രോക്ക് എന്ന് പറയുന്നത് റപ്ചർ ഓഫ് ബ്ലഡ് വെസൽസ് ഇൻ ദ ബ്രെയിൻ, ബ്രെയിനിലുള്ള ബ്ലഡ് വെസൽസിന്റെ റപ്ചർ. അപ്പൊ ഇതൊക്കെ കൂടെ ഉണ്ടാവാനുള്ള കാരണം ഹൈ ഫാറ്റ് ഡയറ്റ് ആണ് അല്ലെ, ഹൈ ഫാറ്റ് ഡയറ്റ് ആണ്. അതേപോലെ ലാക്ക് ഓഫ് എക്സസൈസ് ഇല്ലാതെ ഉണ്ടാവുന്ന അസുഖങ്ങളൊക്കെയാണ്. അപ്പൊ അതിനെ കുറിച്ചൊന്ന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്താനുള്ള ക്വസ്റ്റ്യൻസ്, ഇങ്ങനെയുള്ള സബ്സ്റ്റാൻഷിയേറ്റ് ക്വസ്റ്റ്യൻസും നമുക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, സ്പെസിഫൈ ദ റീസൺ ദ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ഫ്രം ദ ഹാർട്ട് ഗോസ് ടു ലങ്സ് അല്ലെ. നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഓക്സിജൻ കുറഞ്ഞ രക്തം ശ്വാസകോശങ്ങളിലേക്കാണ് പോകുന്നത് അല്ലെ. എന്തുകൊണ്ടായിരിക്കും? അതായത് ഓക്സിജൻ കുറഞ്ഞ രക്തത്തിന് ഓക്സിജൻ കിട്ടാൻ വേണ്ടിയിട്ട് എവിടെ നിന്നുണ്ട്? ശ്വാസകോശത്തിൽ നിന്നാണ് ഓക്സിജൻ കിട്ടുക അല്ലെ. അതായത് ശ്വാസകോശത്തിൽ നമ്മൾ എടുക്കുന്ന ഓക്സിജൻ നേരെ ആരുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്? നമ്മളുടെ ഈ ഹൃദയത്തിൽ നിന്ന് വരുന്ന രക്തമായിട്ട് അല്ലെ, അതായത് ഓക്സിജൻ കുറഞ്ഞ രക്തമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് അവിടെ എന്ത് നടക്കുന്നുണ്ട്? ഒരു എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ, അവർ ബ്ലഡ് സർക്കുലേഷൻ ഈസ് കാൾഡ് ഡബിൾ സർക്കുലേഷൻ. നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ, നമ്മുടെ രക്തപര്യനം ദ്വിപര്യനം എന്നറിയപ്പെടുന്നുണ്ട്. കാരണം എന്താ? നമ്മുടെ പൾമിനറി സർക്കുലേഷൻ ഉണ്ട് അല്ലെ, നമ്മളിത് പൾമിനറി സർക്കുലേഷൻ ഉണ്ട്, അതേപോലെ തന്നെ സിസ്റ്റമിക് സർക്കുലേഷൻ ഉണ്ട് അല്ലെ, സിസ്റ്റമിക് സർക്കുലേഷൻ. പൾമിനറി സർക്കുലേഷനും സിസ്റ്റമിക് സർക്കുലേഷനും അല്ലെ. പൾമിനറി സർക്കുലേഷൻ എന്ന് പറയുന്നത് എന്താണ്? എവിടെ നിന്ന് തുടങ്ങുന്നതാണ് പൾമിനറി സർക്കുലേഷൻ എന്ന് പറയുന്നത്? നമ്മുടെ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് തുടങ്ങി പൾമിനറി ആർട്ടറി വഴി ലങ്സിലെത്തി, ലങ്സിൽ നിന്നും പൾമിനറി വെയിൻ വഴി ലെഫ്റ്റ് ഏട്രിയത്തിൽ എത്തുന്നത് പൾമിനറി സർക്കുലേഷനും, അതേപോലെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് തുടങ്ങി അയോട്ട വഴി ഡിഫറെന്റ് പാർട്സ് ഓഫ് ദി ബോഡി എല്ലാ സിസ്റ്റമും കടങ്ങി സുപ്പീരിയർ ഓർ ഇൻഫീരിയർ വീണക്കാവ വഴി നമ്മളുടെ ഹാർട്ടിലെത്തുന്നത് സിസ്റ്റമിക് സർക്കുലേഷൻ. അതുകൊണ്ട് 2 തവണ ഒരു പ്രാവശ്യം ഒരു കാർഡിയാക് സൈക്കിൾ നടക്കുന്ന സമയത്ത് ഒരു 0.8 സെക്കൻഡിൽ 2 തവണ ഒരു ഹൃദയത്തിലൂടെ ബ്ലഡ് പാസ് ചെയ്യുന്നു, 2 തവണ. അതുകൊണ്ടാണ് അതിനെ ദ്വിപര്യണം ഡബിൾ സർക്കുലേഷൻ എന്ന് പറയുന്നത്. ഇനി ഫ്രം ദ സോയിൽ വാട്ടർ റീച്ചസ് ദ ലീവ്സ് ദാറ്റ് ആർ സീൻ അറ്റ് ദി ടോപ്പ് ഓഫ് ദി ട്രീ അല്ലെ. നമ്മുടെ മണ്ണിലുള്ള ജലം ഉയരമുള്ള രക്തത്തിന്റെ മുകൾ ഭാഗത്തിലേക്ക് ഇലകൾ വഴി എത്തിക്കുന്നു. ആരാണ് വെള്ളത്തിനെ താഴെ നിന്നും മേലോട്ട് എത്തിക്കുന്നത്? അതിന്റെ പേരാണ് സൈലം അല്ലെ. നമ്മൾ 2 വാസ്കുലർ ടിഷ്യൂസ് പഠിക്കുന്നുണ്ട്, സൈലം ആൻഡ് ഫ്ലോയം എന്ന് പറയുന്നത്. അപ്പൊ സൈലം എന്ത് ചെയ്യും? ജലത്തിന് എന്ത് ചെയ്യും? താഴെ നിന്ന് വേരുകളിൽ നിന്ന് മേലോട്ട് എത്തിക്കുന്നുണ്ട്. ഫ്ലോയം എന്ത് ചെയ്യും? ഫുഡ് സബ്സ്റ്റൻസസ് മേലെ നിന്ന് ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പൊ സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെയും സ്ട്രക്ചേഴ്സ് പഠിക്കുക. സൈലത്തിൽ ട്രക്കീഡ്സും വെസൽസ് ഉണ്ട്, ഫ്ലോയത്തിൽ എന്തുണ്ട്? സീവ് ട്യൂബ്സും കമ്പാനിയൻ സെൽസും ഉണ്ട്. അപ്പൊ സൈലവും ഫ്ലോയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി സൈലത്തിൽ കണ്ടക്ഷൻ ഓഫ് വാട്ടർ സഹായിക്കുന്നത് എന്തൊക്കെയാണ്? ഓസ്മോസിസ് വഴി റൂട്ടിലൂടെ നടക്കുന്നുണ്ട്. പിന്നെ റൂട്ട് പ്രഷർ എന്ത് ചെയ്യുന്നുണ്ട്? റൂട്ട് പ്രഷർ താഴെ നിന്നും മറ്റേ സ്റ്റെമ്മിലൂടെ വെള്ളത്തിന് മേലോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നുണ്ട്. അതേപോലെ അവിടെ 2 ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്, കൊഹേഷനും അഡീഷനും അല്ലെ. അത് ഇമ്പോർട്ടന്റ് ആണ്. കൊഹേഷനും അഡീഷനും, കൊഹേസീവ് ഫോഴ്സ് ആൻഡ് അഡ്ഹേസീവ് ഫോഴ്സ് മേലോട്ട് സഹായിക്കുന്നു. ഇനി അവിടെ മേലെ എത്തിക്കഴിഞ്ഞാൽ അവിടെ ആരുണ്ട്? ട്രാൻസ്പിറേഷൻ പുള്ളുണ്ട് അല്ലെ, ട്രാൻസ്പിറേഷൻ പുള്ള്. അപ്പൊ എന്തൊക്കെയാണ് ട്രാൻസ്പിറേഷൻ പുള്ള്, കൊഹേഷൻ അഡീഷൻ ഫോഴ്സ്, റൂട്ട് പ്രഷർ, ഓസ്മോസിസ് വഴി സൈലമാണ് എന്ത് ചെയ്യുന്നത്? വെള്ളത്തിനെ മേലോട്ട് എത്തിക്കുന്നത് ഓസ്മോസിസ് വഴി. ഈ 4 എണ്ണം, ഈ 4 പേര് ഓർത്ത് വെക്കാം. അപ്പൊ സൈലവും ഫ്ലോയും ഇമ്പോർട്ടന്റ് ആണ്, ലാസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് ആരും ഈ സൈലവും ഫ്ലോയും എന്ത് ചെയ്ത് ഒഴിവാക്കരുത്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഈ എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ട് എന്തായാലും വരിക, ഷുവർ ആയും വരിക. ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് പോയിക്കോ, 1, 2, 3 ക്വസ്റ്റ്യൻസ് ഇതിന്ന് എന്തായാലും ഷുവർ ആയിട്ട് വന്നിരിക്കും. വന്നില്ലെങ്കിൽ ഞാൻ ഈ പണി നിർത്തും. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യുക? ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചോട്ട് പോവുക, റിവൈസ് ചെയ്ത് പോവാ. നന്നായിട്ട് എക്സാം എഴുതാൻ എല്ലാവർക്കും പറ്റട്ടെ എന്ന് ആശ്വസിക്കുന്നു. അതെന്ത് ചെയ്യുക, അതേപോലെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പൊ നമുക്ക് കാണാം. അൺടിൽ ദെൻ ബൈ.